ഇപ്പോൾ ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തായാലും ഈ ബജറ്റ് സമ്മേളനം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കാൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു പക്ഷേ ഊഹിച്ചത് ഈ സ്വീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ വരുമ്പോൾ ഗവർണറുടെ ഒരു സമീപനം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയായിരിക്കും, ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ ഒരു പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഗവർണർ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് കേവലം 1.5 മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്നൊരു നയപ്രഖ്യാപനത്തിൽ ഒതുക്കി എന്നൊരു സാഹചര്യം നമുക്കറിയാം. 2023 ജനുവരിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ സർക്കാർ ഒരു തന്ത്രം മെനഞ്ഞിരുന്നു. കാരണം ഡിസംബർ തുടങ്ങിയ സമ്മേളനം ജനുവരിയിൽ നീട്ടിക്കൊണ്ടുപോയാൽ ഈ നയപ്രഖ്യാപനം ഒഴിവാക്കാമെന്നൊക്കെ സർക്കാരിൽ ഉരുത്തിരിഞ്ഞൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ അന്ന് തടസ്സം കൂടാതെ നടന്നു. പക്ഷേ ഇത്തവണ കൃത്യമായി ഗവർണർ തൻ്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നു. എൻ്റെ സർക്കാർ എന്നുപോലും ഉരുവിടാതെ ഉരിയാടാതെ അദ്ദേഹം അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപന നടപടികൾ അത് നിർത്തിയിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൻ്റെ തുടക്കത്തിലെ സമ്മേളനം തന്നെ പാളിയ സാഹചര്യം, പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി നടക്കുന്ന ഒരു ബജറ്റ് സമ്മേളനമാണ്. അമ്പേ പരാജയപ്പെട്ടു പോയൊരു സമ്മേളന തുടക്കം എന്ന് തന്നെ ഇതിനെ വിലയിരുത്താം. ശാലിനി. ലക്ഷ്മി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ 2024 തുടക്കത്തിൽ തന്നെ സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടിയായി ഗവർണറുടെ ഈ നടപടി, ഗവർണർ ഈ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15ാം കേരള നിയമസഭയുടെ 10ാം നിയമസഭാ സമ്മേളനം ഒരു രീതിയിലും പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി പോകുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും പ്രതീക്ഷകൾ. എന്തായാലും ആ പ്രതീക്ഷകൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു രീതിയിലും സർക്കാരുമായി അനുരഞ്ജനത്തിനോ അനുനയത്തിനോ താനില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് കൂടിയായിരുന്നു നിയമസഭയുടെ പ്രധാന കവാടം കടന്നത് മുതലുള്ള ഗവർണറുടെ നടപടികൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹം എത്തുമ്പോൾ സ്വീകരിക്കാൻ എത്തുന്നത് മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററികാരും മന്ത്രി ഉൾപ്പെടെ ഉള്ളവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് ഒരു ഹസ്തദാനമോ ഉപചാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഗവർണർ മുഖ്യമന്ത്രി തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ 3ാം തവണയും സമീപ വേദികൾ ഒരു പക്ഷേ വലിയ രീതിയിൽ ഇരുവരും കൊമ്പുകോർത്ത് നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന 3ാമത്തെ വേദിയും ഇരുവരും തമ്മിലുള്ള ഒരു തർക്കവേദിയായി അല്ലെങ്കിൽ പരസ്പരം നോക്കാത്ത ഒരു വേദിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ രാവിലെ തത്സമയ സംപ്രേഷണത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അവരുടെ ശരീരഭാഷ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണെന്ന്. സമാനമായി തന്നെയായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണെന്ന് നിയമസഭയിൽ കാണാനായതും. തൊട്ടു പിന്നാലെയാണ് 9 മണിക്ക് ആരംഭിച്ച നയപ്രഖ്യാപന പ്രസംഗം. അത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1 മിനിറ്റിനുള്ളിൽ ഒതുക്കിക്കൊണ്ട് നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം അത് ഔദ്യോഗികമായി പൂർത്തീകരിച്ച ഗവർണർ രാജ്ഭവനിലേക്ക് മടങ്ങുകയും ചെയ്തത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക്, രാഷ്ട്രീയ സംഭവങ്ങൾക്കൊക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു നടപടി ചർച്ചയാകും, വേദിയാകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗം ഏകദേശം 163 പേജോളം അടങ്ങുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ തുടക്കം മുതൽ തന്നെ എന്റെ സർക്കാർ എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു സെക്കൻഡിൽ പോലും അത്തരത്തിൽ എന്റെ സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗവർണർക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുന്നു. നിലവിലെ ഗവർണർ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അത് നിർവഹിക്കുന്നില്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരെ, ഭരണത്തലവനെതിരെ ഇത്തരത്തിലൊരു കത്ത് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒക്കെ തന്നെ എത്തുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ തന്നെയാണ് താൻ ഒരു രീതിയിലും ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുന്നില്ല, തന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഒരു രീതിയിലും വിമുഖത കാട്ടാതെ അദ്ദേഹം എത്തിയത്. എന്തായാലും അദ്ദേഹം അവസാന പാരഗ്രാഫ് മാത്രമാണ് വായിച്ചതെങ്കിലും നിയമസഭാ രേഖകളിൽ മുഴുവനുമായി നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ കലുഷിതമാകും നിയമസഭയ്ക്കകത്തും. പ്രത്യേകിച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗം അടക്കം ഒരു ഉദാഹരണമായി മാറുകയാണ് എന്നുള്ളതാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശാലിനി തുടരും. ഇപ്പോൾ വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, എന്തായാലും പ്രതിപക്ഷത്തെ കൂടി ഒരുപോലെ അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഒരുപോലെ അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് അതിനെ എങ്ങനെ നോക്കിക്കാണണം? സർക്കാരിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് കടുപ്പിച്ചു. നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ മടങ്ങുകയുണ്ടായി. അവസാന പേജ് മാത്രമാണ് ഗവർണർ വായിച്ചത്. എൻ്റെ സർക്കാർ എന്ന് ഒരു തവണ പോലും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സഭ ഇന്നത്തേക്ക്
പിരിയുകയും ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലെത്തി 1 മിനിറ്റ് വായിച്ചു നിർത്തി നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു നിർത്തി. ഈ നയപ്രഖ്യാപന നടപടികൾ അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങിയത്. നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്തതിനു ശേഷം ഗവർണർ വായിച്ചതിന് ശേഷം നയപ്രഖ്യാപനം അവസാനിച്ചതായി അദ്ദേഹം പറയും. തുടർന്ന് ദേശീയ ഗാനം മുഴങ്ങുകയും ചെയ്തു. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷാംഗങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചു ഗവർണറുടെ ഈ നടപടി. പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലുള്ള സമീപനത്തിൽ ഇരട്ടത്താപ്പ് സമീപനമാണ് ലക്ഷ്മി കാണാൻ കഴിഞ്ഞത്. കാരണം ഗവർണറെ വിമർശിക്കാനാണ് പ്രതിപക്ഷം ഈ അവസരം ഉപയോഗിച്ചത്. കൃത്യമായി ഗവർണർ സർക്കാരിന്റെ സമീപനങ്ങളോട്, സർക്കാർ പുലർത്തുന്ന സർക്കാരിന്റെ നയപരമായ നീക്കങ്ങളോടൊക്കെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഗവർണർ തന്റെ അവസരം വിനിയോഗിച്ചുവെങ്കിൽ പ്രതിപക്ഷം ഗവർണറെ വിമർശിച്ചുകൊണ്ട് സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. നിയമസഭയോടുള്ള അനാദരവ് കാട്ടി നിയമസഭയിൽ അദ്ദേഹം നാളിതുവരെ നിയമസഭ കാണാത്ത തരത്തിലാണ് അദ്ദേഹം വന്നുപോയത്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ പോലും വണങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികൾ പറയുന്ന സൗന്ദര്യപ്പണക്കം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഗവർണറെ വിമർശിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് എന്നുള്ളത് വളരെ വിരോധാഭാസമാണ്. അപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ, അല്ലെ ഗവർണറോട് സർക്കാർ പുലർത്തുന്ന സമീപനം ശരിയാണ് എന്ന് വെക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗവർണറെ വിമർശിക്കാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. അപ്പോൾ ശക്തമായി സർക്കാരിൻ്റെ സമീപനങ്ങളെ ശക്തമായി വിമർശിക്കാനും സഭയ്ക്കുള്ളിൽ അത് പ്രകടമായി കൃത്യമായി രേഖപ്പെടുത്താനും ഗവർണർക്ക് കഴിയുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല. പ്രതിപക്ഷം ഗവർണറെ വിമർശിക്കാൻ തങ്ങളുടെ അവസരം വിനിയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഗവർണർ കാണിച്ചത് ശരിയായില്ല, ഗവർണർ ഞങ്ങളെ വണങ്ങി പോലുമില്ല, ഗവർണർ വന്നിട്ട് അതേ സ്പീഡിൽ വാണം പോലെ തിരിച്ചുപോയി എന്നൊക്കെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഗവർണറെ വിമർശിക്കുന്ന ഒരു സമീപനം ഇവിടെ കാണുന്നു. ഇത്തരത്തിലുള്ള സമീപനം സർക്കാർ ഗവർണറോട് കാട്ടുന്നത്, അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്, അത് കുഴപ്പമില്ല. ആ കാര്യത്തിൽ സർക്കാരിനൊപ്പം നിൽക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപക്ഷം ഏത് തരത്തിൽ സർക്കാരിനെ വിമർശിക്കും, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് പോലും തോന്നുന്ന തരത്തിലാണ് പ്രതിപക്ഷം ഇന്ന് ഗവർണറെ വിമർശിക്കാൻ തയ്യാറായത്. ലക്ഷ്മി, ആ രേഖകളിൽ നമുക്കറിയാം നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉള്ളടക്കം അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയെങ്കിൽ പോലും സഭാ രേഖകളിൽ അത് ഇടം പിടിക്കും എന്നുള്ളതാണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ ചട്ടം. പക്ഷേ ഗവർണർ എൻ്റെ സർക്കാർ എന്ന് പോലും പറയാൻ തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ അത് ഔദ്യോഗികമല്ലെന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നൊരു വ്യാഖ്യാനം ഉണ്ടാകുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുക? സഭാ ചട്ടപ്രകാരം ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഗവർണർ നയപ്രഖ്യാപനത്തിൻ്റെ ഒരു പാരഗ്രാഫ് വായിച്ചാലും ഒരു വരി വായിച്ചാലും അത് വായിച്ചതായി കണക്കാക്കപ്പെടുന്ന ചട്ടമാണ് നിയമസഭയിൽ ഉള്ളത്. പക്ഷേ ഇവിടെ എൻ്റെ സർക്കാർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള പ്രസംഗം 136 പാരഗ്രാഫുകൾ അടങ്ങുന്ന പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് പോലും അദ്ദേഹം വായിച്ചില്ല. എൻ്റെ സർക്കാർ എന്ന് പറയാൻ ഗവർണറെ കൊണ്ട് സാധിക്കില്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞതുമില്ല. അങ്ങനെ ഗവർണർ വായിക്കാതെ പോയ ഈ നയപ്രഖ്യാപനം പൊള്ളയായ പ്രഖ്യാപനങ്ങളാണ്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കാര്യമായി വിമർശിക്കുന്ന ഭാഗങ്ങളില്ല. അത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കും ഒക്കെ എതിരെ നടത്തുന്ന അന്വേഷണങ്ങളെ ഭയന്നാണ് കേന്ദ്ര സർക്കാരിനെ കാര്യമായി വിമർശിക്കാതെ പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ സഭാരേഖകളിൽ ഇത് ഇടം പിടിക്കും, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഗവർണർ നയപ്രഖ്യാപനം പ്രസംഗം നടത്തി എന്ന് തന്നെ കണക്കാക്കി ഈ നയപ്രഖ്യാപനം അപ്പാടെ, അതായത് 136 പാരഗ്രാഫും വായിച്ചതായി കണക്കാക്കി സഭാരേഖയിൽ ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ നയപ്രഖ്യാപനം നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നയപ്രഖ്യാപനമാണ്. ഇത് പൊള്ളയായ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഇത്രയും വില കുറഞ്ഞ ഒരു നയപ്രഖ്യാപനം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഇത് സഭാരേഖയിൽ ഇടം പിടിക്കും, ഗവർണർ വായിച്ചതായി തന്നെ കണക്കാക്കപ്പെടും. പക്ഷേ അതൊന്നുമല്ല, ഗവർണർ വായിച്ചതായി കണക്കാക്കപ്പെട്ടാലും ഇന്ന് സമൂഹം മുഴുവൻ കണ്ടതാണ് ഗവർണർ ഏത് നിലയിലാണ് ഈ നയപ്രഖ്യാപനത്തെ കൈകാര്യം
കൈകാര്യം ചെയ്തത് എന്നുള്ളത്. അതുകൊണ്ട് ഈ നയപ്രഖ്യാപനം വായിക്കാതെ ഗവർണർ തൻ്റെ വിയോജനം ശക്തമായി രേഖപ്പെടുത്തി സഭയിൽ നിന്നും 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം അടങ്ങുന്ന തൻ്റെ പ്രസംഗം നടത്തി സഭയിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു ഗവർണറെയാണ് കണ്ടത്. ഗവർണറുടെ വളരെ ചങ്കൂറ്റത്തോടെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങളോടുള്ള എതിർപ്പ് ഇത് പ്രകടിപ്പിക്കാൻ ഗവർണർക്ക് തൻ്റെ ഇടമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് അപ്പോഴും സർക്കാരിന് മുമ്പിൽ ശക്തമായ പ്രതിഷേധമുയർത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു തികഞ്ഞ പരാജയമായ ഒരു പ്രതിപക്ഷത്തെ കൂടി ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്ക ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലക്ഷ്മി.